സോ അങ്ങനെ മെസ്സി വരുമോ എന്നാണ് ഇപ്പോഴത്തെ കേരളത്തിലെ നീണ്ട ചർച്ച. ഒരു എക്സാക്ട്ലി പറയണമെന്നുണ്ടെങ്കിൽ ഒരു വർഷം മുമ്പ് ആണ് മെസ്സി കേരളത്തിലേക്ക് വരും എന്നുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ആരംഭിച്ചത്. ഇപ്പോൾ പറയുന്നു സ്പോൺസർമാർ പിന്മാറി, അതേപോലെ തന്നെ എന്താ പറയുക, ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാനില്ല എന്ന രീതിയിലേക്കാണ് മന്ത്രി ഇപ്പോൾ പറയുന്നത്. സർക്കാരിന് ഇതിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ല. എന്താണ്, സർക്കാർ ഇതിലൊന്നും ഏറ്റെടുത്തിട്ടില്ല. ഒക്കെ സ്പോൺസർമാരാണ് എന്ത് മെസ്സിയെ കേരളത്തിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ചർച്ച വരുന്നത്. സോ മെസ്സിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഇവർ എന്തൊക്കെ ഇതാക്കിയിരുന്നു. എത്ര ചാനലുകൾ പോയിട്ട് ഇങ്ങനെ മെസ്സി ഒക്ടോബറിൽ 21 മുതൽ നവംബർ 1 വരെയോ എന്തോ ഒരാഴ്ച എന്തോ കേരളത്തിലുണ്ടാവും, 2-3 മത്സരങ്ങൾ കളിക്കും, നമ്മളൊപ്പം വന്നിട്ട് സംഭാഷണങ്ങൾ ഏർപ്പെടും എന്നൊക്കെ 20 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ പൊട്ടനാക്കാൻ നല്ല രീതിയിൽ മന്ത്രിക്ക് പറ്റി. നമുക്ക് മന്ത്രിൻ്റെ ഫസ്റ്റത്തെ പ്രസംഗം ഒന്ന് കണ്ടോക്കാം കേട്ടോ. അതായത് ഒക്ടോബറിൽ വരും എന്നുള്ള പറഞ്ഞ് നമുക്ക് പ്രസംഗം ഒന്ന് കേട്ടോക്കാം. അടുത്ത ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ 7 ദിവസം മെസ്സി കേരളത്തിൽ ഉണ്ടാവും. അവരുടെ ഫ്രണ്ട്ലി മാച്ചിന് പുറമെ നിങ്ങളുടെയൊക്കെ കാണാൻ 20 മിനിറ്റ് അദ്ദേഹം പൊതുവേദിയിൽ കൂടി ഉണ്ടാവും. ഇതായിരുന്നു കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ പ്രഖ്യാപനം. മെസ്സി ഉൾപ്പെടുന്ന അർജന്റീന ദേശീയ ഫുട്ബോൾ ടീം കേരളത്തിലെത്തുന്ന ദിവസവും എണ്ണി കാത്തു നിൽക്കുകയായിരുന്നു ആരാധകർ. മത്സരത്തിനുള്ള മൈതാനത്തിന്റെ സൗകര്യങ്ങൾ വിലയിരുത്താൻ അർജന്റീന ടീമിന്റെ പ്രതിനിധികൾ എത്തുമെന്നും പ്രഖ്യാപനമുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ അർജന്റീനയിൽ നിന്ന് ആരും കേരളത്തിലെത്തിയിട്ടില്ല. എന്താണല്ലേ ആവേശം! ആ ആവേശമൊക്കെ ഇപ്പോൾ കാറ്റത്ത് പറന്നു പോയിട്ടുണ്ടാവും. സോ അത്രയും വാക്ക് കൊടുത്തിട്ടാണ് ആരാധകർ ഇത്രയും വൻ പ്രതീക്ഷകളും വെച്ചിട്ട് മെസ്സിയെ കാത്തിരുന്നത്. അതായത് ഈ വർഷം ഒക്ടോബറിലാണ് മെസ്സിയെ കാത്തിരുന്നത്. ഈ വർഷം ഒക്ടോബർ 21 മുതലാന്ന് തോന്നുന്നുണ്ട്. 21 മുതൽ നവംബർ 1 വരെ എന്തോ ആണ് മെസ്സി കേരളത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാക്ട് ഡേറ്റ് എനിക്കറിയില്ല. കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡേറ്റിലാണ് മെസ്സി ഇവിടെ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോൾ എന്താണ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോൺസർമാർ പിന്മാറി എന്നുള്ളത്. സോ സ്പോൺസർമാർ ആരാണെന്നുള്ളത് നമുക്ക് ഈ ഒരു ചെറിയ മന്ത്രി തന്നെ പറയുന്ന ഒരു സംഭവം നമുക്കൊന്ന് കേട്ടോക്കാം. ഓക്കെ, കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം കേട്ടോ. സോ നമുക്ക് ആ മന്ത്രിയുടെ വാക്കിലേക്ക് തന്നെ ഒന്ന് പോയോക്കാം. ടീമിനെ കൊണ്ടുവരാനുള്ള സ്പോൺസറെ കണ്ടെത്തുകയാണ് ആദ്യം ഗവൺമെൻറ് ചെയ്തത്. 2 കമ്പനികളെയാണ് നമ്മൾ ആദ്യം ഇതിനു വേണ്ടി തയ്യാറാക്കിയത്. അതിൽ ആദ്യത്തെ ടീം അവർ റിസർവ് ബാങ്കിൻ്റെ എലിജിബിലിറ്റി അവർക്കുണ്ടായിട്ടുണ്ട്. രണ്ടാമതായി വന്ന റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ അവർ ഈ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാമെന്നുള്ള രീതിയിൽ കത്ത് നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കായിക മന്ത്രാലയത്തിൻ്റെയും റിസർവ് ബാങ്കിൻ്റെയും അനുമതി അവർക്ക് ലഭ്യമായി കൊടുത്തു. അതാണ് ഇതിൽ സർക്കാർ ചെയ്യേണ്ട കാര്യം. അവരുടെ അപേക്ഷ മാനിച്ച് കേരള സർക്കാർ തന്നെ ഇതിനാവശ്യമായ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടർ ചാനലാണ് ഇതിന് പണമടക്കാം. അവർ പണമടക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ വരുന്ന വാർത്തകൾ അത് മെസ്സി വരില്ല എന്നുള്ള അർത്ഥം അതിൽ പറയാൻ കഴിയും. നിങ്ങൾക്കറിയാം, ഭാരിച്ച ചിലവുള്ളത് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ പണം കായിക വകുപ്പിൻ്റെ ബഡ്ജറ്റിലും അപ്പുറത്താണ്. അപ്പോൾ അതിന് സ്പോൺസർമാർ നിർബന്ധമാണ്. അപ്പോൾ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളുടെ ആഗ്രഹം മാനിച്ച് സ്പോൺസർമാർ അത് ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് വളരെ പെട്ടെന്ന് ചെയ്യണമെന്ന് അവരെ അറിയിച്ചു. അപ്പോൾ ഇതിൽ പറയുന്നത്, അതായത് കേരള സർക്കാരിൻ്റെ ഇത്ര പണം മുടക്കാനില്ല. സോ ഇവർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും സ്പോൺസർമാർ ഉണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും കേരള സർക്കാർ തന്നെയാണ് ചെയ്യുന്നത്, ക്രെഡിറ്റ് മൊത്തം കേരള സർക്കാരിനാണെന്ന് പറഞ്ഞിട്ടാണ് ഇവരിത് ആൾക്കാരെ മുമ്പിൽ
എത്തിച്ചത്, ഒരു അനൗൺസ്മെൻ്റ് ആയിട്ട് തന്നെ എത്തിച്ചത്. സോ എനിക്കിതിൽ പറയാനുള്ളത്, ആദ്യം മെസ്സി വരുമോ വരില്ലേ, സ്പോൺസർമാർ കിട്ടിയോ കിട്ടിയില്ലേ, സ്പോൺസർമാരൊക്കെ കിട്ടി, പൈസ സെറ്റായി, അർജൻറ്റീന ടീം വന്ന് ഇവിടെ സ്റ്റേഡിയം വന്ന് നോക്കി, എന്നിട്ടൊക്കെ പോരായിരുന്നോ ഈ ഒരു അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ ആൾക്കാർക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് ആശ കൊടുത്തു കഴിഞ്ഞാൽ ആ ആശേൻ്റെ മേലെ കയറിയിരിക്കുന്ന ടീംസാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇനി മന്ത്രിക്ക് നിന്ന് ഊരി പോരാൻ എന്തൊക്കെ ചെയ്യേണ്ടി വരും. സോ ഇവിടെ ഉള്ളവർ, എൻ്റെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, മെസ്സിൻ്റെ ടിക്കറ്റ് വന്നിട്ട് വേണം, ഒരുപാട് പേര് ടിക്കറ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി. അതായത് ഇവിടെ ടോക്ക് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ടിക്കറ്റിന് എങ്ങനെ പോയാലും ഒരു 3000-4000 രൂപ ഉണ്ടാവും. 4000 അല്ല, ഏറെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ പറഞ്ഞ് നിന്ന ടീംസ് ഉണ്ട് ഇവിടെ. മെസ്സി വന്നിട്ട് കാണാൻ പോകണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നിന്ന ടീംസ് ഇനി എന്ത് ചെയ്യും? സോ ഇത് മന്ത്രി ഇതിനൊന്നും ഉത്തരം കൊടുത്തിട്ടില്ല. മന്ത്രി എന്താ നൈസിൽ അത് ഗോൾഡൻ സിൽവർ അസോസിയേഷൻ, അങ്ങനെ എന്തോ ഒരു അസോസിയേഷൻ ഉണ്ട്, അതേപോലെ തന്നെ റിപ്പോർട്ടർ TV ബ്രോഡ്കാസ്റ്റ്, അവരാണിത് ഏറ്റെടുത്ത് സ്പോൺസർമാർ. സോ ഗവൺമെൻറ് അല്ലേ ഇത് ആദ്യം തന്നെ ഇവർക്ക് ഇത്ര പൈസ മുടക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ഈ ഗവൺമെൻറ് അല്ലേ ചെക്ക് ചെയ്യേണ്ടിയിരുന്നത്. അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഫസ്റ്റത്തെ മിസ്റ്റേക്ക്, മന്ത്രിയുടെ ഭാഗത്തുനിന്ന് വന്ന ഫസ്റ്റ് മിസ്റ്റേക്ക്. രണ്ടാമത്തത്, ഇവർ കറക്റ്റായിട്ട് അനൗൺസ്മെൻറ്റ് കൊടുക്കേണ്ടത് ഈ ഒരു സംഭവങ്ങളൊക്കെ സെറ്റായിട്ട്, അതായത് കമ്പനിയും അർജൻറ്റീന ടീമും ഒക്കെ വരും എന്നുള്ളത് ഏകദേശം കൺഫേം ആയത്, അല്ല ഒരു 100% കൺഫേം ആയതിന് ശേഷം മാത്രമേ ഒരു അനൗൺസ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഇത് പറയാൻ പാടുള്ളായിരുന്നു. അല്ലാതെ ഇത് ആൾക്കാർക്കിടയിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആശ മൂത്തിട്ട് ഇത് തിരിച്ചടിക്കും, ബൂമറാങ് പോലെ തിരിച്ചടിക്കും. അതാണ് ഇപ്പോൾ എക്സാക്ട്ലി ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ പൊങ്ങി വരാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. സോ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അർജൻറ്റീന ടീം വരും എന്നുള്ളതിന് ഏകദേശം ഒരു 300 കോടി രൂപ ഏകദേശം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഇതിന്. 300 കോടി. ഈ 300 കോടിയൊന്നും ഗവൺമെൻറ്റിൻ്റെ എടുക്കാണ്ടാവില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ സ്പോൺസർമാർ തന്നെ വേണം. ഈ സ്പോൺസർമാരെ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് കേപ്പബിൾ ആയിട്ടുള്ള സ്പോൺസർമാരെങ്കിലും സെലക്ട് ചെയ്യണമായിരുന്നു. ഇനിയിപ്പോൾ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെസ്സി ഇപ്പോഴും വരില്ല എന്ന് തന്നെയാണ് പറയണത്. ഓക്കെ, വരും തന്നെയാണ് ഇവർ പറയുന്നത്, വരും തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് തന്നെ ഈ സ്പോൺസർമാർ പിന്മാറി എന്ന് പറഞ്ഞിട്ട് ഈ മറ്റേ ബ്രോഡ്കാസ്റ്റ് ചാനൽ ഉണ്ടല്ലോ, മറ്റേ റിപ്പോർട്ടർ TVൻ്റെ പേർക്ക് കേസൊക്കെ കൊടുക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് റൂൾസ് വയലേഷനോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. നൈസിൽ അവരന്മാരുടെ തലയ്ക്ക് എല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇതിൽ ഈ ഗോൾഡൻ സിൽവർ എന്ന് പറഞ്ഞിട്ട് അസോസിയേഷൻ ഉണ്ട്, അവരും ഇതിലൊരു സ്പോൺസർ ആയിരുന്നു. അവർക്ക് ഇതിൽ ഭാഗമാവാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, ഇതിലെന്തോ തട്ടിപ്പോ അങ്ങനെ എന്തൊക്കെ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല, തട്ടിപ്പോ അങ്ങനെ എന്തോ നടന്നു എന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു, ഈ സ്പോർട്സ് സ്പോർട്സ് കൗൺസിലിൽ ഇവർക്കെതിരെ കേസ് കൊടുത്തുവെന്നോ അവർക്കെതിരെ കേസ് കൊടുത്തുവെന്നോ അങ്ങനെ എന്തൊക്കെയോ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. സോ ഓരോരുത്തർ പറയുന്നതാണ്, എനിക്ക് കറക്റ്റ് അറിയില്ല, ഞാനത് ജസ്റ്റ് ഇവിടെ ഉൾപ്പെടുത്തിയെന്നുള്ളൂ, എനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ല. സോ എന്തായാലും മെസ്സി വരും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പുമില്ല. മെസ്സി ഇനി വരുമോ വരില്ലേ ഒരു ഉറപ്പുമില്ല. നമ്മൾ ആഗ്രഹിച്ചിരിക്കുക, വന്നില്ലെങ്കിൽ പൊട്ടനാവുക, വന്നാൽ കിട്ടി, അത്ര തന്നെ. അല്ലാതെ ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. ഓക്കെ, സോ മെസ്സി വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. മെസ്സി വരും, കളിക്കും, പോവും, മെസ്സിക്കുള്ള പൈസ കൊടുക്കുക, മെസ്സി പോവും. അല്ലാതെ കേരളത്തിൽ വളരെ അങ്ങനെ കേരളം വളരെ അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പോകണമെന്നില്ല. സോ ഇവിടുത്തെ എക്കണോമിക് സംഭവങ്ങളൊന്നും വലിയതൊന്നും ഉണ്ടാവില്ല. കേരളത്തിൽ അതൊന്നും കൂടി ബാധ്യതയാവും. സോ ഇത് ഗവൺമെൻറ്റാണ് ഈ ചിലവ് വഹിക്കണമെന്നുണ്ടെങ്കിൽ ഈ 300 കോടിയും കൂടി കേരളത്തിൻ്റെ ബാധ്യതയായിട്ട് മാറും. അത്രേ ഇവിടെ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഇവിടെ വലിയ മാറ്റങ്ങളോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. മെസ്സി വന്നു എന്ന് വെച്ചിട്ട് എൻ്റെ അഭിപ്രായമാണ്. മെസ്സി വന്നു വെച്ചിട്ട് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾക്കും അറിയാം എന്ത് മാറ്റം ഉണ്ടാകും. മെസ്സി വരും, കളിക്കും, പോകും. ഇവിടെ ISL കൊല്ലം നടക്കുന്നുണ്ട്. എന്നിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനായിട്ട് എല്ലാ മാറ്റം ഉണ്ടാകുന്നുണ്ടാ. ഇപ്പം അടുത്താണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൈസൻസും കൂടി പോയത്, ആ സ്റ്റേഡിയം കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട്. ഏത് നമ്മുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചിയിലുള്ളത്, അതിന് ഫിറ്റ്നസ് ഒന്നുമില്ല, പൊട്ടിപ്പൊളിയാറായ സ്റ്റേഡിയം എന്ന് പറഞ്ഞിട്ട് ലൈസൻസ് വരെ പോയി കിടക്കുക ഇപ്പോഴത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ. അപ്പോൾ ആ സ്റ്റേഡിയത്തിൽ കൊണ്ടുപോയിട്ട് കളിപ്പിക്കാൻ പറ്റുമോ മെസ്സിനെയും ടീംസിനെയും? അത് ഇൻ്റർനാഷണൽ വേൾഡ് കപ്പ് വരെ അടിച്ചിരിക്കുന്ന രാജ്യത്തിൻ്റെ ടീമിനെ അവിടെ കൊണ്ടുപോയി കളിപ്പിക്കാൻ പറ്റുമോ ഈ പൊട്ടിപ്പൊളിഞ്ഞ സ്റ്റേഡിയത്തിൽ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വേറെ സ്റ്റേഡിയം പണിയാൻ കാശുണ്ടോ? അതൊക്കെ ഈ ചെറിയ ടൈമിൽ നടക്കുമോ?
എൻ്റെ ഒരു ഇത് പറയണ മെസ്സി വരുമെന്നാണൊന്നും പോകണില്ല. മെസ്സിക്ക് ഏകദേശം എന്താണ്, മെസ്സി ആ ഒക്ടോബർ സമയത്ത് ഏകദേശം എന്താണ് ചൈനയിലാണ് പോയി കളിക്കാൻ പോകുന്നത്. ചൈന നാഷണൽ ടീമിനായിട്ടാണ് കളിക്കാൻ പോകുന്നത്. സോ നമ്മൾ ചൈനേനെ ഇടയ്ക്കിടയ്ക്ക് പറയണ്ടല്ലോ, ചൈന ആ ഗ്യാപ്പിൽ കയറി ഗോളടിച്ചു. ചൈന എന്ത് ചെയ്തു, നൈസിൽ അവരുടെ നാഷണൽ ടീമിനായിട്ട്, നമ്മളെ നാഷണൽ ടീമിനായിട്ടൊന്നും കളിപ്പിക്കുന്നില്ല. നമ്മളെ നാഷണൽ ടീമിനെ ഒഴിവാക്കിയിട്ട് വേറെ ഏതോ ടീമിനൊക്കെ ആയിട്ടാണ് കളിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. സോ ഇപ്പം എന്തായി, ചൈനേൻ്റെ നാഷണൽ ടീമിനായിട്ട് കളിപ്പിക്കാൻ തുടങ്ങി. അവർ ചൈനയിലേക്ക് പോകുന്നുള്ളത് ഒരു അർജൻറ്റീനിയൻ മാധ്യമത്തിലെ പത്രപ്രവർത്തകൻ പറഞ്ഞതാണ് കേട്ടോ അത്. സോ ഇനി വരുന്ന മണിക്കൂറുകൾ അറിയാതെ, വരുന്നൊരു 2-3 മാസം കൂടെ ഉള്ളിൽ അറിയാം മെസ്സി വരുമോ ഇല്ലേ എന്നുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ എന്തായാലും വരാനുള്ള ചാൻസൊക്കെ വളരെ കുറവാണ്. ഒരു രക്ഷയില്ല പറഞ്ഞാൽ ഒരു രക്ഷയില്ല, വരാൻ ചാൻസേ ഇല്ല. അപ്പോൾ ഇത് വേറെ ഒന്നും പറയല്ല, ഇത്ര തന്നെ ഉള്ളൂ. മെസ്സി വരില്ല. വെറുതെ ഇനിയും ആഗ്രഹിച്ചിട്ട് വെറുതെ ഇരിക്കണ്ട, നമ്മൾ നിരാശപ്പെട്ടു പോകും, കാര്യമില്ല. അപ്പോൾ ഓക്കെ.